ആളെ പൊട്ടന്മാരാക്കല്ലേ. ഇത് ഇന്ന് സൂചന മാത്രമാണ്. ഇതിന് കഴിഞ്ഞ എത്ര താമസം വരുന്നതനുസരിച്ച് സമരത്തിലൂടെ തന്നെ കാര്യങ്ങൾ പോകും. 25 വർഷം ഭരിച്ചു എന്ത് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു തീരെയാണ്. ഇവിടെ കോൺഗ്രസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓരോരുത്തർക്ക് ആവശ്യമുള്ള പോലെ പറയാൻ പാടില്ല. ഇതെന്താണ് കാര്യങ്ങൾ ഇവരെ നമ്മൾ ഇവിടെ വിളിച്ചു വരുത്താൻ അവരോട് വരുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഈ നമ്മളെപ്പോഴും എന്ത് പറഞ്ഞാലും അപേക്ഷിക്കുന്ന സ്വഭാവമാണ്. ആവശ്യമില്ലല്ലോ. ഞാനെപ്പോഴും പഞ്ചായത്ത് അഞ്ഞിലപ്പുറ നിവാസികളുടെ നിങ്ങളുടെ മാത്രം പ്രോബ്ലമല്ല. ഇവിടെ തുടർന്ന് ഒരു സ്ഥലത്ത് ഞാൻ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പറാണ്. ഞാനിവിടെ പ്രതിനിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷക്കാലമായിട്ടുണ്ട്. ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2019 ഇതിൻ്റെ കൺസെൻറ്റുകൾ റെഡി ആയിട്ടുള്ളത്. അതിനു മുമ്പ് വരെ നമ്മൾ ഇതൊരു തടിപ്പത്താഴം അല്ലെങ്കിൽ തടി കൊണ്ടുള്ള റോഡുകൾ ഇത് മാത്രമായിരുന്നു. ഇത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ ഒരു പത്താഴം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 6 മാസം കൃഷിയും 6 മാസം മത്സ്യകൃഷിയും എന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് സ്ലൂയിസ് ആയിട്ട് മാറണം എന്നുള്ള ആവശ്യപ്രകാരം ഇതിന് കൺസെൻറ്റ് ഇല്ലാഞ്ഞ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഞാനിവിടെ മെമ്പറായി വന്ന സമയത്ത്. അതിനുശേഷം കൺസെൻറ്റിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമായി 2019 നമുക്കിവിടെ കൺസെൻറ്റ് ലഭ്യമായതാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 2 MLA-മാരും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അറിയിച്ചത് ഫണ്ടുകൾക്ക് കുറവില്ല, കൺസെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാലവും റോഡും നിങ്ങൾക്ക് തരും എന്നുള്ള വാഗ്ദാനമായിരുന്നു ആ ആഞ്ഞിലത്തറ പള്ളിയുടെ വാതിക്കെ വെച്ച് നടത്തിയിരുന്നത്. പക്ഷേ 2019 കിട്ടിയ കൺസെൻറ്റിനെ തുടർന്ന് ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിൻ്റെ പ്രോജക്റ്റുകൾ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒച്ചിഴയുന്ന പോകുന്ന രീതിയിലാണ് സ്ട്രക്ചറിനുള്ള കാര്യങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ഫണ്ടുകളുടെ കുറവുകൾ കൊണ്ടാണ് ഇത് ഏകദേശം ഒരു ഇതിൻ്റെ നമ്മളുടെ ഈ ഒരു മണ്ണിൻ്റെ ഭൂഘടന അനുസരിച്ച് അതിൽ വളരെയധികം ഫണ്ടുകൾ ഇവിടെ നൽകേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, സേക്രഡ് ഹാർട്ട് പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു റോഡ് തരിപ്പണമായി കിടന്നിട്ട് 5 വർഷക്കാലമായിട്ട് പണിത റോഡാണ്. എന്നാൽ അത് തരിപ്പണമായി പോയ ഒരു അവസ്ഥയാണ്. അപ്പോൾ കൂടുതലായിട്ട് ജലജീവൻ മിഷന് വേണ്ടി നമ്മൾ പൈപ്പുകൾ പൊട്ടിക്കുകയും പിന്നെ അതിൻ്റെ പുനർനിർമ്മാണം നടത്തിയാലും പഴയ രീതിയിലേക്ക് ഈ റോഡുകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇവിടെ ജനകീയ MLA ആയിരുന്നു KJ മാക്സി MLA. അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ 8 മാസക്കാലമായിട്ട് നമുക്ക് ആ ഫ്ലെക്സുകൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന പ്രവണത. ഇപ്പോൾ ഇത്ര അടിയന്തരമായിട്ട് നമുക്കിവിടെ ഉണ്ടാകാനുള്ള ഒരു കാരണം 4 കുഞ്ഞുങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ അത് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മളുടെ ഈ വരുന്ന ഈ റോഡിന്റെ ആ ഭാഗത്ത് വെച്ച് സൈഡ് കൊടുത്തപ്പോഴേക്കും മറിഞ്ഞ് കായലിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഈ റോഡ് വളരെ മോശമായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഈ കലിങ്കിൽ കൂടി കയറി പോവുകയും ഇത് ശരിക്കും പറഞ്ഞാൽ 2 ആൾ താഴ്ചയുള്ള പുഴയാണ്. ഇതിലേക്ക് മറിഞ്ഞു വീഴാൻ ശ്രമിക്കുകയും അതിൻ്റെ അമ്മ വന്ന് രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടിയെ ഒന്ന് ജീവൻ നമുക്ക് നിലനിർത്താൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളാണ് ഞങ്ങളുടെ ഇവിടെയുള്ള പ്രദേശവാസികൾക്കുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രോക്ക് വന്ന് ഇവിടെ 4 ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ട്രോക്ക് വന്ന ഒരു മനുഷ്യനെ ആ വരമ്പത്ത് കൂടി 2 പേര് പിടിച്ചു നടക്കുന്ന ഈ ഒരു പരിസരത്ത് കൂടി നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? 2 പേര് കസേരയിൽ പിടിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞങ്ങൾ വേറെ ആരോടുമുള്ള ഇതല്ല, ഞങ്ങൾ ഇത്രയും നാളായിട്ട് വർഷങ്ങളായിട്ട് ഈ ആഞ്ഞിലത്തറ നിവാസികൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പാടശേഖരങ്ങളുടെയൊക്കെ നടുക്ക് താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒത്തിരി ഫണ്ടുകൾ വേണമെന്നതിൻ്റെ പേരിൽ ഞങ്ങൾ തഴയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അനുവദിക്കപ്പെട്ട ഫണ്ട് എത്ര സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത് മന്ദഗതിയിൽ ഒച്ചിഴയുന്ന പോലെയല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ്. ഇത് ആരുടെ ഔദാര്യമല്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സമരമുറയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്.